ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കപ്പെടേണ്ടവരാണ്. കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അതെ, നാം വിശ്വാസത്താൽ നടക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ലോകപ്രകാരം നടക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ഒരുവരല്ല നമ്മൾ ഓരോരുത്തരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന നാം ഓരോരുത്തരും വിശ്വാസത്താൽ നടക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് അനേക ആളുകളും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം പറയുകയാണ്, നാം വിശ്വാസത്താൽ നടക്കേണ്ടവരാണ്. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, നാം വിശ്വാസത്താൽ നടക്കേണ്ടതാണ്. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. തനിക്ക് ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട്, തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒരു കുഞ്ഞ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ആശയ്ക്ക് വിരോധമായിട്ട് അവൻ ദൈവത്തെ വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അതെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് മക്കളുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. അവനത് വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അത് അതുപോലെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതേ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ എന്നെ കേൾക്കുന്ന ഒരുവനാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി എനിക്കത് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു സമയത്ത് വലിയ കടബാധകളിലൂടെ കടന്നുപോയി. ആളുകളെല്ലാം വിധി എഴുതി ഇനി ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടുകയില്ല. കാരണം എനിക്കുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റാലും തീരാത്ത അത്ര കടങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആളുകൾ എന്നെക്കുറിച്ച് എന്തെല്ലാം വിലയിരുത്തിയാലും, ആളുകൾ എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, എൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും എന്നുള്ള വചനത്തിലൂടെ ഞാൻ വിശ്വസിക്കുകയും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സംഭവിച്ചു. ചില വർഷങ്ങൾ എടുത്തുവെങ്കിലും എന്നെ ദൈവം ഒത്തിരി പാഠം പഠിപ്പിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്നെല്ലാം എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയില്ല. എന്നാൽ നിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ തക്കണം വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന അനേക അനുഗ്രഹങ്ങളായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാം വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നോക്കി അത് ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്താൽ നടക്കേണ്ടത്. അതെ, നമുക്കറിയാം, നമുക്ക് ചുറ്റും ശത്രുക്കൾ തിങ്ങിക്കൂടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. നമുക്കെതിരെ കെണികൾ ഒരുക്കുന്നുണ്ടാകാം. പക്ഷേ നാം അതിലൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ, എലീശാ പ്രവാചകൻ ഗേഹസിക്ക് തന്റെ കണ്ണു തുറന്ന് കാണത്തക്ക രീതിയിൽ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അതെ, ശത്രു അവനെ വളഞ്ഞപ്പോൾ അതിന് ചുറ്റും മറ്റ് ദൂത സൈന്യങ്ങൾ, അത് അവര് സ്വർഗത്തിലെ ദൂതന്മാരെ ഒരു സൈന്യമായിട്ട് എലീശയ്ക്ക് ചുറ്റും നിൽക്കുന്നത് അവനെ കാണിച്ചു. അഗ്നിരഥങ്ങളിൽ അവർ ചുറ്റും നിൽക്കുന്നത് എലീശായെ ഗേഹസിക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമുക്ക് ചുറ്റും ഒരു വലിയ ദൂത സൈന്യം നമ്മുടെ കാവലായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല, നാം ഒറ്റയ്ക്കാണെന്ന് പലരും നിശ്ചയിക്കും. എന്നാൽ നാം ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും ദൂത സൈന്യം ദൈവത്തിന്റെ കാവലായിട്ട് നമുക്കുണ്ട്. നാം പോകുമ്പോഴും വരുമ്പോഴും ഈ ദൂതന്മാർ നമ്മെ പരിപാലിക്കുന്നു, നമുക്ക് കാവൽ ചെയ്യുന്നു. നമുക്ക് വിരോധമായി കെണികൾ ഒരുക്കുന്നവരെ കുറിച്ച് നാം ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരെ അതേ കെണിയിൽ വീഴിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമുക്കറിയാലോ, മൊർദെഖായിക്ക് വേണ്ടിയിട്ട് ഒരു കഴുമര ഒറ്റ രാത്രി കൊണ്ട് തന്റെ അധികാരത്തിന്റെ ആ സാധ്യതകൾ ഉപയോഗിച്ച് തീർത്ത ഒരു മനുഷ്യനായിരുന്നു ഹാമാൻ എന്ന് പറയുന്നവൻ. കാരണം അവൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ആ രീതിയിലുള്ള അധികാര കേന്ദ്രങ്ങൾ അവനുണ്ട്. അത് അഹസ്വേരോശ് രാജാവിന്റെ രണ്ടാമനായിട്ട് അവൻ വാഴുന്ന സമയത്താണ് മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദനെതിരെ അവൻ ഒരു തീരുമാനം എടുക്കുക, അവനെ തൂക്കിക്കൊല്ലുവാനായിട്ട് ഒരു കഴുമരം തീർക്കുകയും ചെയ്യുന്നത്. എന്നാൽ പിറ്റേന്ന് സംഭവിച്ച കാര്യം നമുക്കറിയാം. അതേ കഴുമരത്തിൽ ഹാമാൻ തൂക്കപ്പെടുകയും മൊർദെഖായിയെ ദൈവം സ്ഥാനക്കയറ്റം കൊടുത്ത് വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോസേഫിന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. യോസേഫിനെ പക്ഷെ സംഭവിച്ചതെല്ലാം വളരെ മോശകരമായ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ കാഴ്ചപ്രകാരം ഒരിക്കലും യോസേഫ് നടന്നില്ല. യോസേഫ് വിശ്വാസത്താൽ നടന്നു. അവന്റെ ദർശനത്തെ അവൻ മുറുകെ പിടിച്ചു. അവന്റെ ദർശനത്തെ അവൻ വിശാലമായിട്ട് കണ്ടു. എന്നാൽ ഒരു നാൾ അവൻ കണ്ടതുപോലെ തന്നെ അവന് കൊടുത്ത ദർശനപ്രകാരം, സ്വപ്നപ്രകാരം തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും നീ കാഴ്ച പ്രകാരം നടക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിന്നെക്കുറിച്ച് പലതും വിലയിരുത്തുന്നുണ്ടാവും. യോബിന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു. യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് ഇനി എങ്ങനെ രക്ഷപ്പെടുവാനായിട്ടാണ്, എന്താണ് ഇനി സാധ്യതയുള്ളത്? യോബിന്റെ ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ തള്ളി പറയുക എന്ന്. എന്നാൽ നമുക്കറിയാം സംഭവിച്ച കാര്യം എന്നുള്ളത്, യോബിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. യോബിനുണ്ടായിരുന്ന ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു എന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇത് തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. സർവശക്തനായ ദൈവം നമ്പുരാൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം എഴുതി വെച്ച തിരുവെഴുത്തുകളാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. മനുഷ്യർ വാക്ക് മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വാക്കിന് യാതൊരു മാറ്റവും വരാത്ത ആ ദൈവം നമുക്ക് രേഖയാക്കി നൽകുന്ന വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്ന ഒരു ദൈവമുണ്ട്, സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ നമ്മുടെ സ്ഥിതിയെ മാറ്റും, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ അവൻ കൊണ്ടുവരും. നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം എന്തു തന്നെയായിരുന്നാലും നീ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കി നീ നിരാശപ്പെടാൻ ഇടയാകരുത്. നീ എല്ലാം നിർവഹിക്കുന്ന, എല്ലാം സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന, എല്ലാം വ്യത്യാസപ്പെടുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കി നിന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ തക്കണം. ഇന്നത്തെ വചന കേൾവി സഹായമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വചനം തന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ